പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ പിതാവേ, വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും.
അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിനോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തെ കർത്താവിന്റെ കൂടാര തിരുനാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടാനാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസം നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലി അർപ്പിക്കണം. ഇത് ആഘോഷത്തോടുകൂടിയുള്ള സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടത് വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നതായ കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ. കർത്താവിന്റെ സ്ഥാപനവും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാദിഷ്ട ബലികൾക്കും പുറമെയാണിവ. 7-ാം മാസം 15-ാം ദിവസം മുതൽ വൈകിട്ട് വിളവ് സ്വീകരിച്ചതിന് ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന്റെ ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസം 8-ാം ദിവസം സാവത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈതപ്പനയ പോലെയും ഗീതപൂർണ്ണ ശീലങ്ങളും ആറ്റിരൽ കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ചാകാതിരിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികളുടെ ശാശ്വത നിയമമായി 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങൾ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേലിനോട് കർത്താവിന്റെ നിർദ്ദിഷ്ട നാളാണ് പ്രഖ്യാപിച്ചു. നീതിയുന്നവരെ അവനെ സ്നേഹിപ്പിൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സത്വരമേയും തിരുസഭതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാൻ ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ.
ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. ഇതാ ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കില്ല. എന്നാൽ ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. മക്കൾക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അധിക സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതോ നിങ്ങൾ എന്നെ പുറത്ത് മാത്രമാണ് സ്നേഹിക്കേണ്ടത്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിലും നിങ്ങളെ ഞാൻ കബളിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? തീത്തോസ് ഞാൻ അലക്കൊന്ന് പിടിച്ചു, അവന്റെ കൂടെ ആ സഹോദരനെ നയിച്ചു. തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? ഒരേ ആത്മാവിനെ ഞങ്ങൾ പ്രവേശിച്ചത്, ഒരേ പാതയിൽ ഞങ്ങൾ നടന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ ന്യായീകരിക്കുക എന്നാണ് ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനന്ദനയ്ക്ക് വേണ്ടി ദൈവസംരക്ഷണം ക്രിസ്തുവിനാണ് പ്രസംഗിച്ചിരുന്നത്. ഒരുപക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്നെയും കാണാതിരിക്കുമോ ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മത്സര്യവും അപവാദവും കരദൂഷണവും അഹന്തതയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്. ഞാൻ വീട്ടിൽ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എഴുതപ്പെടുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അസ്ഥിയെയും വിദ്യാർത്ഥിയെയും വിശ്വാസത്തെയും കുറിച്ച് പശ്ചാത്തലമായ അനേകം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടിരുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തു വരുന്നു. അവന്റെ പണിവാതിൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നത് കൊണ്ട് വിഷപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നൽകിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംഭവിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുമുയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിലെ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്നെ നാവ് തണുപ്പിക്കുവാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു.
കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കും അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കും വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവർ പറഞ്ഞു, പിതാവേ, അവനെ ലാസറിനെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവർ പീഡകൾ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ ദൈവമേ അബ്രഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രഹാം അവരോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താനും അവർക്ക് ബോധ്യമാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിന്മ ചെയ്യാതിരുന്നാൽ പോരാ, നന്മയും ചെയ്യണം നിത്യജീവൻ പ്രാപിക്കുവാൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, മതാധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സുവിശേഷം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. നന്മ ചെയ്യാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുലിസ്റ്റർ അവാർഡിനെ കുറിച്ച്, അതിൻ്റെ ഒരു ജേതാവിനെ കുറിച്ചുള്ള ഒരു ചരിത്രമുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ വ്യക്തമായി ലഭിക്കും. കെവിൻ കാർട്ടർ എന്ന വ്യക്തി പുലിസ്റ്റർ അവാർഡ് 1994 നേടിയ അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫറാണ്. സൗത്ത് ആഫ്രിക്കയിൽ ജീവിച്ച ഒരു വ്യക്തിത്വം. 1993 സുഡാനിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തെ വ്യക്തമായി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിനാണ് പുലിസ്റ്റർ അവാർഡ് ലഭിച്ചത്. ആ ചിത്രം ഇതാണ്. വിശന്ന് പൊരിഞ്ഞ് ചാവുവാൻ പോകുന്ന ഒരു കുട്ടി, മരിച്ചിട്ട് വേണം ആ കുട്ടിയെ കൊത്തിപ്പറക്കുവാനായിട്ട് എന്ന് കാത്തിരിക്കുന്ന ഒരു കഴുകൻ. ആ ചിത്രത്തിനാണ് പുലിസ്റ്റർ അവാർഡ് നൽകിയത് 1994. ഈ അവാർഡിന്റെ സന്തോഷം പങ്കിടുന്നതിനിടെ ഒരു പത്രപ്രവർത്തകൻ കെവിൻ കാർട്ടറിനോട് ചോദിച്ചു, സർ, അഭിനന്ദനങ്ങൾ, അങ്ങേക്ക് പുലിസ്റ്റർ അവാർഡ് ലഭിച്ചതിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ, ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങേക്ക് പ്രമേയമായി കിട്ടിയ ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ? കെവിൻ കാർട്ടറിന് ഉത്തരം പറയുവാനായിട്ട് സാധിച്ചില്ല. ആ കുട്ടിയെ രക്ഷിക്കുവാനായിട്ട് യാതൊന്നും ആ വ്യക്തി ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോയിൽ ഒതുക്കുകയായിരുന്നു കെവിൻ കാർട്ടർ. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, 4 മാസത്തിനുള്ളിൽ ആ ഒരു ചോദ്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്തു എന്ന്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷം ഇപ്രകാരമുള്ള ഒരു പ്രമേയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പാപം എന്നത് 2 വിധമുണ്ട്. തിന്മ ചെയ്യുന്നതും പാപമാണ്, നന്മ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. തിന്മ ചെയ്യുന്നത് പാപമാണ് എന്ന് 10 കൽപ്പനകൾ വ്യക്തമാക്കി തരികയാണ്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
തിന്മ ചെയ്യുന്നത് പാപമാണ് എന്ന്. അതോടൊപ്പം തന്നെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നന്മ ചെയ്യാതിരിക്കുന്നതും പാപമാണ് എന്ന്. അന്ത്യവിധി ദിനത്തിലെ പരാമർശത്തിൽ ഈശോ പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നന്മ ചെയ്യാമായിരുന്നു, നന്മ ചെയ്തില്ല. ഇത് തന്നെയാണ് യാക്കോബ് ശ്ലീഹായുടെ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 17-ാം വചനത്തിൽ പറയുക. ചെയ്യേണ്ട നന്മ എന്താണ് എന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ് പാപം, അവൻ പാപം ചെയ്യുന്നു എന്ന്. ധനവാനെയും ലാസറിന്റെയും ഈ ഉപമയിൽ ധനവാനെ സംബന്ധിച്ചിടത്തോളം അവൻ ലാസറിനെ ഉപദ്രവിക്കുന്നില്ല, പടിവാതിൽ നിന്ന് അവനെ ഓടിക്കുന്നുമില്ല. പക്ഷേ ചെയ്യാവുന്ന നന്മ അവൻ ചെയ്യുവാൻ വിട്ടുപോയി. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവരുടെ ആവശ്യങ്ങളും അവസ്ഥകളും അറിഞ്ഞു പ്രവർത്തിക്കുമ്പോഴാണ് നാം നന്മ ചെയ്യുന്നവരായി തീരുക, സ്വർഗം പുൽകുന്നവരായി തീരുക. ഇത് തന്നെയാണ് നല്ല സമരിയക്കാരന്റെ ഉപമയിലും നമ്മൾ കാണുക. അവരുടെ ആവശ്യം കണ്ടിട്ടും കാണാതെ പോകുന്നവരും ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് നല്ല അയൽക്കാരനായി തീരുന്നവരെയും നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സഹായമുള്ളവൻ എന്നാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ദൈവം മാത്രമാണ് എനിക്ക് ശരണമായിട്ടുള്ളത്, ദൈവം ശരണമെന്ന്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ലഭിക്കാവുന്ന സ്വർഗരാജ്യത്തിൽ നന്മകളുടെ സ്ഥാനം വലുതാണ് എന്ന്. നന്മ ചെയ്യുമ്പോഴാണ് നാം സ്വർഗത്തിലേക്ക് വളരുക എന്നത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് വളരെ മനോഹരമായ നന്മ ചെയ്യുന്ന ഒരു രംഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ ഹൈ ജമ്പ് മത്സരം ഇറ്റലിയുടെ ജിയാൻ മാർക്കോ ഖത്തറിന്റെ ഇസ്രായേൽ തമ്മിലുള്ള വാശിയേറിയ മത്സരം നടക്കുകയാണ്. 2.37 രണ്ടുപേരും 3 ലാപ്പിലും ചാടി. അതിൽ കൂടുതൽ ചാടുവാനായിട്ട് 2 പേർക്കും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇറ്റലിയുടെ ജിയോൺ മാർക്ക് അദ്ദേഹത്തിന്റെ കാലിൽ പരിക്കേറ്റ് പിന്മാറുക. തനിക്കൊരു ലാപ്പ് കൂടി ഉണ്ട് എന്ന് ഖത്തറിന്റെ ആൾക്കറിയാമായിരുന്നിട്ടും അവൻ സംഘാടകരോട് പറയുകയാണ്, ആ മെഡൽ ഞങ്ങൾക്ക് 2 പേർക്കുമായി പങ്കിടുവാൻ സാധിക്കുമോ എന്ന്. സംഘാടകർ പറഞ്ഞു, സ്വർണ്ണ മെഡൽ പങ്കിടുന്നതിൽ വിരോധമില്ല, ഇറ്റ് ക്യാൻ ബി ഷെയർഡ്. പക്ഷേ 2ാം സ്ഥാനം ആർക്കും ലഭിക്കുകയില്ല. താങ്കൾ ചാടേണ്ടതിൽ നിന്ന് മാറിയാൽ 2 പേർക്കും തുല്യതയായിരിക്കുന്നതിനാൽ 2.37 മീറ്റർ 2 പേരും ചാടിയിരിക്കുന്നതാൽ ആ സ്വർണ്ണ മെഡൽ ഷെയർ ചെയ്യപ്പെടുന്നതായിരിക്കും. അദ്ദേഹം പറയുകയാണ്, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. അതിനുശേഷം ഖത്തറിന്റെയും ഇറ്റലിയുടെയും ഹൈ ജമ്പ് മത്സരത്തിൽ പങ്കെടുത്ത 2 പേരും കെട്ടിപ്പിടിച്ച് കരയുന്നതും സന്തോഷം പങ്കിടുന്നതും കാണുവാനായിട്ട് സാധിക്കും. നന്മ ചെയ്യുവാനായിട്ട് അവരുടെ പരിക്ക് എന്റെ വിജയത്തിന്റെ സ്ഥായിയല്ല എന്ന് തീരുമാനിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഓർമ്മപ്പെടുത്തുകയാണ്, നന്മ ചെയ്യുക, സ്വർഗം പുൽകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ ഈ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സമാധാനകരമായ ഈശോയെ, ജീവിതത്തിന്റെ വിരക്തി സ്വഭാവത്തിലേക്ക് അനുഭവിക്കുന്ന അനേകം ചിന്തകളെ അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. തങ്ങളുടെ സ്വന്തം കഴിവുകൾ ആശ്രയിക്കാതെ അങ്ങയുടെ വിശാലമായ ശക്തിയിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ മുന്നേറാൻ എല്ലാ ചിന്തകൾക്കും കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യിക്കുന്നു.
തന്നെയെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുന്ന അനേകം അഭിഷിക്തരെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അനുഭവിക്കുന്ന എല്ലാ ജീവിതക്ലേശങ്ങളിലും ഭീഷണികളിലും തളർന്നു പോകാതെ ധീരതയോടും വിശ്വസ്തയോടും കൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള ആത്മീയ കഴിവ് നൽകി ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുട്ടികളുടെയും യുവതി യുവാക്കളുടെയും സ്നേഹിതനായ ഈശോയെ, പലതരത്തിലുള്ള ലഹരികളുടെയും ദുശീലങ്ങളുടെയും അടിമകളായി നാടിനും വീടിനും ദുഃഖകാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും മാനസാന്തരപ്പെടുത്തണമേ എന്നും ഈ ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാതെ അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കാനും അവിടുത്തെ വഴികളിലൂടെ നടക്കുവാനും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ ജ്യോതിഷത്തിലേക്ക് നയിക്കുന്ന ലിയോ 14 മാർപ്പാപ്പയെയും കർദിനാൾ സംഘത്തെയും വൈദികരെയും സന്യസ്തരെയും വിവിധ സഭാതലവന്മാരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നിപ്പിച്ച് സമാധാനത്തിലും ഐക്യത്തിലും ലോകജനതയെ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരാക്കി തീരുവാൻ വേണ്ട പരിശ്രമം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ മാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ നമ്മുടെ ഭാവങ്ങളെ മാറിയാൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യട്ടെ.
ഭക്തിയോടും നമ്മുടെ കാഴ്ചകളോടും ഒപ്പം തമ്പുരാന്റെ കരങ്ങളിലേക്ക് പറഞ്ഞ യോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രയത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും വലുതാവുന്ന വിശ്വാസങ്ങളെ കടത്താവുന്നതുപോലെയും അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവുള്ളതിനെ രക്ഷിക്കപ്പെടുന്നതിനെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തി രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടർന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശ്ചലത്തിലായി ഏകാഗ്രതകൾ ഭക്തികളെ പുറമെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ.
പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും അനാഥമാന പതിനായിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ
നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങനെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിങ്ങളോടുകൂടെ
നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വസിക്കാരുടെ ഭാവനം അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായ ശരീരത്തിന്
അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചയിൽ സ്വന്തം കാഴ്ച 12,973 രൂപ, ഹിന്ദു കുർബാന 5,004 രൂപ, 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മാതാപിതാക്കളും അധ്യാപകരും 1,130 രൂപ, സെൻറ് ജോസഫ് സെൻറ് ആന്റണീസ് മദർ തെരേസ കുടുംബയുടെ കാശുമടം 1,070 രൂപ, സെൻറ് ജൂഡ് മാസവഴി 5,300 രൂപ, സെൻറ് അൽഫോൺസ കുടുംബം ജില്ല 4 മണിക്ക് എലിസബത്ത് അഗസ്റ്റിൻ പുല്ലേരിയിലെ വസതിയിൽ വെച്ച് സമയക്കുന്നതാണ്. നേരത്തെ അറിയിച്ചിരുന്നതുപോലെ അടുത്ത ഞായറാഴ്ച 3 മണി മുതൽ 5 മണി വരെ എല്ലാ മാതാപിതാക്കൾക്കുമായി, പ്രത്യേകിച്ച് കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കും യുവജനങ്ങൾക്കുമായി ഒരു സെമിനാർ നൽകുന്നു. എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. യുവജനങ്ങളോടൊപ്പം ഹൈസ്കൂളിലെ കുട്ടികളും ഹയർ സെക്കൻഡറി കുട്ടികളും അത് പങ്കുകാരായി തരിക. എൽദോസ് ടിജോ എന്ന കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഏറ്റവും കളക്ട് ചെയ്ത് കൊടുത്തത് 50,000 രൂപയാണ്. സഹകരിച്ച എല്ലാവർക്കും അതിന് നേതൃത്വം നൽകി KCY അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. KCY മീറ്റിംഗ് വിപുലമായതിനു ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വാർത്താൽ സുഖവും പരിശുദ്ധവും ജീവകാര്യവും ദൈവികവുമായ ഈ രസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവരുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. വഴിനാഥൻ നമ്മൾ നവശീവൻ ദിവ്യനിണത്താൽ യാത്രത്താൽ നൽകി വെണ്ണിൻ സമ്പത്തും തിരുവചനത്താൽ കഴിവോടെ ധന്യത നൽകി ലോകത്ത് സുവിശേഷത്തിൻ സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവാൻ വിശ്വാസ